എന്തു ജോലിയാണെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ വന്നിരിക്കുന്നത്. കർത്താവ് തീർച്ചയായും നിന്നെ അനുഗ്രഹിക്കും മോനെ. ശരി ചേച്ചി. വിശ്വസ്തമായിരിക്കെ. നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ജോലി നേരോടെ ചെയ്യ്. തീർച്ചയായും നിനക്കൊരു ദിവസം ഉയർച്ചയുണ്ടാകും മോനെ. ഒരു മനുഷ്യനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനേകം കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വിശ്വസ്തനായിരിക്കുക എന്നത്. ഒരു മനുഷ്യനിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഓരോ ആഴ്ചയും ഈ പരിപാടിയിലൂടെ നിങ്ങളുമായി ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. ഈ ആഴ്ച വിശ്വസ്തതയുണ്ടായിരിക്കണം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ എല്ലാത്തിലും നിങ്ങൾ സത്യസന്ധതയോടെ പെരുമാറിയാൽ മാത്രമേ ദൈവം നൽകുന്ന സമ്മാനമായ പരിപൂർണ അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കൂ. നിങ്ങൾ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉയർന്നവനായാലും താഴ്ന്നവനായാലും അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഒരിക്കലും തടസ്സമായിരിക്കുകയില്ല. ദൈവം നിങ്ങളെല്ലാവരും നേരുള്ളവരാണോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. ദൈവം മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും പ്രാർത്ഥനയോടെ നേരോടെ പെരുമാറി നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും മഹത്വവും അനുഗ്രഹവും എല്ലാം താനേ വന്നു ചേരും. നമ്മുടെ കർത്താവ് മരിച്ച് മണ്ണോട് ചേർന്നവനല്ല. 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ഭൂമിയിൽ സഞ്ചരിച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ദർശനം നൽകി എല്ലാവരും നോക്കി നിൽക്കെ സ്വർഗരാജ്യം പൂണ്ടവനാണ്. ഇങ്ങനെ ജീവനുള്ള ഒരു ദൈവം നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ വിഷമങ്ങളെല്ലാം തന്നെ അവനിൽ ഏൽപ്പിക്കുക. അടുത്തതായി ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. എന്തൊരു ജീവിതാണത്. ഒന്നും കൂടെ നടക്കുന്നില്ല. എന്താണ് പ്രശ്നം? ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ ആ ഹോട്ടലിൽ ജോലി നിർത്തി. ഇപ്പൊ ഒരു കാർ മെക്കാനിക് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യാം. ഞാനും ജോലിക്ക് പോകാൻ പോടാ. ഏത് ഓഫീസിലാ? ഓഫീസിലൊന്നുമല്ല. എനിക്കിഷ്ടപ്പെട്ട ജോലിയൊക്കെ വിട്ടിട്ട് കിട്ടുന്ന എന്തെങ്കിലും ജോലി ചെയ്യാൻ പോവാ. നീ എന്തായി പറയുന്നത്? അതൊരു സ്നാക്സ് കമ്പനിയാണ്. ഓണർ വളരെ നല്ലവനാണ്. അയാളുടെ കമ്പനിയിൽ ജോലിക്ക് വരാൻ പോവാ. ഈ സ്നാക്സ് കമ്പനി എന്ന് പറയുമ്പോൾ എപ്പോഴും അടുപ്പിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരില്ലേ? അതൊന്നും സാരമില്ല. ഇനി മുതൽ ഞാൻ ആർക്കും ഭാരമാകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെപ്പോലെ പഠിച്ച പഠിപ്പിന് ജോലി കിട്ടാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കിട്ടിയ ജോലി കൊണ്ട് സമ്പാദിച്ച ആൾക്കാരും ഉണ്ട്. ഞാനും എന്തെങ്കിലും സമ്പാദിക്കൂടാ. നമസ്കാരം സാർ. നമസ്കാരം. സുഖായിരിക്കുന്നു. ഇവന്റെ പേര് രമേശ് എന്നാണ്. നല്ല മിടുക്കൻ ചെറുക്കനാ. ഇവനൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സഹായമായിരിക്കും. നമസ്കാരം. നിങ്ങൾ പറഞ്ഞ ജോലി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വളരെ സന്തോഷം. എന്നാ ശരി മോനെ, നോക്കിയും കണ്ടു ചെയ്യണേ.
നിന്റെ പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ, ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. പോക മാറുമായിരിക്കും അല്ലേ? പിന്നെ അതങ്ങ് ശീലമായിക്കോളും. നീ ഒന്ന് പോടാ. ജ്യോതി ചേച്ചിയാണ് എന്നെ അവിടെ കൊണ്ട് ആ ജോലിക്ക് ചേർത്തത്. അതെയോ? ആ ആ ചേച്ചി എല്ലാവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? രമേശ്, ബിരുദത്തിനനുസരിച്ചുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ സാരമില്ല. എന്തു ജോലിയാണെങ്കിലും ചെയ്തോളാമെന്ന് പറഞ്ഞില്ലേ? തീർച്ചയായും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും മോനെ. ശരി ചേച്ചി. ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യം പറയാം. വിശ്വസ്തത വേണം. നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ജോലി നേരോടെ ചെയ്യ്. തീർച്ചയായും നിനക്കൊരു ദിവസം ഉയർച്ച കിട്ടും മോനെ. മുതലാളിയായി തീരും. കാരണം വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ശരി ചേച്ചി. എന്തുകൊണ്ടാ ചർച്ച് ഡെവലപ്പ് ആകാതിരിക്കുന്നത്? കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നില്ല, വിശ്വാസികളും കുറഞ്ഞുകൊണ്ടേ പോവുക. എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആരോടാ പോയി ചോദിക്കുന്നത്? ശരി, നാളെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കാം. അദ്ദേഹം ചർച്ച് പണിയാനുള്ള കാശ് തീർച്ചയായും തരും. വേറെ എന്ത് ചെയ്യാനാ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു മോനെ? നന്നായിട്ട് പോകുന്നുണ്ടമ്മേ. നന്നായിട്ട് പോകുന്നെന്നോ? നുണ പറയല്ലേ. ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുക അല്ലേ? അമ്മേ, നോക്കു മോനെ, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്നാണ് ബൈബിൾ പറയുന്നത്. അത് നിനക്കും അറിയാലോ. ഇത് നീ പഠിക്കേണ്ട പ്രായോ മോനെ. ഈ പ്രായത്തിൽ നീ നന്നായി മനസ്സിരുത്തി പഠിക്കണം. അതാണ് നിനക്ക് അനുഗ്രഹം. പഠിത്തത്തിൽ നല്ല ശ്രദ്ധ വേണം. അധ്യാപകര് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കണം. അവരോട് വിശ്വസ്തത കാണിക്കണം. അതാണ് പ്രധാനം. പഠിക്കുന്ന പ്രായത്തിൽ വെറുതെ കറങ്ങി നടക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല മോനെ. അങ്ങനെ നടന്നാ എങ്ങനെയാ അനുഗ്രഹം കിട്ടുക? അമ്മ പറയുന്നത് ശരിയല്ലേ? ശരിയാണമ്മേ. വിശ്വസ്തത വളരെ പ്രധാനമാണ്. ആർക്കൊടുക്കാനമ്മേ കാശ്? ഞാൻ പറഞ്ഞില്ലേ മോളെ, ഒരു പാസ്റ്റർ ചർച്ച് പണിയാൻ ബുദ്ധിമുട്ട് കാണുന്ന. അതിന് കൊടുക്കാൻ പരിചയക്കാരുടെ അടുത്തുനിന്നൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. അദ്ദേഹമല്ലേ സഭ നന്നായിട്ട് നടത്തുന്നില്ലെന്ന് ഇന്നലെ ഒരു ചേച്ചി അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? മേഴ്സി, അതൊക്കെ അവരുടെ പോരായ്മയാ. എന്നുവെച്ച് ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ മോളെ? അമ്മ ഇപ്പൊ അവരെ കാണാൻ പോവല്ലേ. അപ്പൊ അമ്മ അവരോട് സംസാരിച്ചോളാം. അമ്മ പറഞ്ഞ അവരനുസരിക്കോ? അറിയില്ല മോളെ. കേട്ടാൽ നല്ലത്. നോക്കാം. എങ്ങനെയിരിക്കുന്നു പാസ്റ്റർ? സുഖമായിരിക്കുന്നു സിസ്റ്റർ. സഭയുടെ കെട്ടിടം പണിയൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയോ പോകുന്നു, പക്ഷേ കുറെ ജോലികൾ ബാക്കിയുണ്ട്. പാസ്റ്റർ, ഈ കവറിൽ കുറച്ച് പണമുണ്ട്. തൽക്കാലത്തേക്ക് ഇതിരിക്കട്ടെ. പാസ്റ്റർ, ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പാസ്റ്ററോട് പറയാൻ പാടില്ല. എങ്കിലും ബിലിയാമിനോട് സംസാരിക്കാൻ യഹോവ കഴുതയുടെ വായു തുറന്നില്ലേ? അതുപോലെ തന്നെയാ. പാസ്റ്റർ, വിശ്വസ്ത മനുഷ്യൻ അനുഗ്രഹ സമ്പൂർണൻ എന്ന് പറഞ്ഞിട്ടില്ലേ? കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിൽ വിശ്വസ്തതയുള്ളപ്പോ കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. ശരിയല്ലേ പാസ്റ്റർ? പാസ്റ്റർ, കർത്താവ് നിങ്ങൾക്ക് തന്ന കുഞ്ഞാടുകളെ വിശ്വസ്തയോടെ നിങ്ങൾ മേയിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും. കർത്താവ് നൽകുന്ന സന്ദേശങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു വാങ്ങി സഭയിൽ പ്രസംഗിക്കുമ്പോൾ സഭ അനുഗ്രഹിക്കപ്പെടുകയില്ലേ? നിങ്ങളുടെ കുഞ്ഞാടുകൾക്ക് നിങ്ങളല്ലേ ഉത്തരവാദി പാസ്റ്റർ? നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ അടുത്തല്ലേ വരികയുള്ളൂ. നിങ്ങൾ അവരോടും വിശ്വസ്തത പുലർത്തണ്ടേ? എന്റെ പരിചയത്തിലൊരു സഭ നന്നായി പോയിക്കൊണ്ടിരുന്നതാ. എന്നാൽ ഇന്ന് പിളരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? സഭയിലെ പ്രബോധകന് വിശ്വസ്തതയില്ല. ശുശ്രൂഷയെക്കാളും മറ്റുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകാൻ തുടങ്ങിയത്. വിവാഹാലോചനയും കാറും ബൈക്കും ഒക്കെ വാങ്ങി വിൽക്കുന്നതും ലാൻഡ് പ്രൊമോഷൻ ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ട്രാക്ക് മാറിപ്പോയി. സഭയിൽ
വിശ്വാസിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നത്തെ സന്ദേശം അവർക്കുള്ളത് മാത്രമാ. സഭയിൽ കർത്താവിന്റെ വാക്കുകൾക്ക് സ്ഥാനമില്ലാതെ പോയി. ഇന്ന് ജനങ്ങൾ സഭയെ ഉപേക്ഷിച്ച് പുറത്തു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നവർ ശുശ്രൂഷയിലും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ടും ഉപജീവിക്കണം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ? ഇതിൽ വിശ്വസ്തതയില്ലെങ്കിൽ സഭ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? പാസ്റ്റർ, ചർച്ച് പണിയാൻ കാശ് വേണം, അത് വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ നമ്മുടെ ഹൃദയം പണത്തിന്റെ പിറകെ പോകാൻ പാടില്ല. അത് കർത്താവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കും. ചെടി നട്ടവന് അതിന് വെള്ളം നനയ്ക്കാൻ അറിയില്ലേ? നിങ്ങൾ കർത്താവിന്റെ മുഖം നോക്കുന്നതിന് പകരം മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയാ എങ്ങനെയാ പാസ്റ്റർ അനുഗ്രഹം കിട്ടുക? കുഞ്ഞാടുകളെ മേയ്ക്കുന്നതിൽ വിശ്വസ്തതയുണ്ടായിരിക്കണം, വിളിയിലും വിശ്വസ്തതയുണ്ടായിരിക്കണം. ഏറ്റവും പ്രധാനം കർത്താവിൽ വിശ്വസ്തത വേണം. നിങ്ങൾ പരിശ്രമിച്ചു പണിയുന്നതിനും കർത്താവ് അനുഗ്രഹിച്ചു പണിയുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പാസ്റ്റർ. ഒരു വിശ്വസ്തനാണെന്ന് കർത്താവ് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. നിങ്ങളുടെ സഭയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നേരോടെ ജീവിക്കണം. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. സന്തോഷം സിസ്റ്റർ. പ്രേക്ഷകരെ, ജ്യോതിചേച്ചി എന്ന നാടകം കണ്ടില്ലേ? വിശ്വസ്തതയുള്ള മനുഷ്യനായിരിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും മടിക്കാതെ വിശ്വസ്തയോടെ ചെയ്തു നോക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നൽകും. അടുത്തതായി നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവവചനം പങ്കുവച്ച് പ്രാർത്ഥിക്കാൻ സഹോദരി അനിത ഭാനു അവർകൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ മനോഹരമായ വേളയിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ നല്ല വീടെന്ന പരിപാടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും, നിങ്ങൾക്കൊരനുഗ്രഹം കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിൽ നമ്മളെല്ലാവരും ധ്യാനിക്കേണ്ട ഒരു ഭാഗം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിശ്വസ്തനായിരിക്കുക. അതാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിച്ച് അതിനായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് വിശ്വസ്തനായിരിക്കുക എന്നത്. ഒരു മനുഷ്യനിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതാണ്. ഒരാൾ മറ്റൊരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ശമ്പളം നൽകുന്നവരായാലും ജോലി ചെയ്യുന്നവരുടെ അടുത്തു നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കും. ഭർത്താവ് ഭാര്യയോട് നേരായി പെരുമാറണം, ഭാര്യ ഭർത്താവിനോട് നേരായി പെരുമാറണം, പേരൻസ് മക്കളോട് നേരായി പെരുമാറണം. ഇതേപോലെ തന്നെ പലതരം കാര്യങ്ങൾ മനുഷ്യർ തമ്മിൽ പ്രതീക്ഷിക്കുന്നത് സാധാരണയാണ്. വേദപുസ്തകവും അതാണ് പഠിപ്പിക്കുന്നത്. കർത്താവും നമ്മിൽ നിന്നും അതാണ് പ്രതീക്ഷിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സത്യസന്ധമായി പെരുമാറുന്നവർ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവിനെ നമ്മൾ സന്തോഷിപ്പിക്കണമെങ്കിൽ സത്യസന്ധമായി പെരുമാറണം എന്നാണ് കർത്താവ് ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് ആ സത്യസന്ധതയുണ്ടോ? അതാണ് ഇല്ലാത്തത്. ഒന്നാലോചിച്ചു നോക്കൂ. ഇപ്പോഴൊക്കെ വിശ്വസ്തതയില്ലാത്തതിനാൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു. അതുപോലെ കഷ്ടപ്പാടുകൾ നേരിടുന്നു, പ്രശ്നങ്ങളെ നേരിടുന്നു, നാശനഷ്ടങ്ങളെ നേരിടുന്നു. നമുക്ക് വിശ്വസ്തതയില്ലാത്തതിനാൽ അനേകം മനോവിഷമങ്ങൾ പോലും നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട് വിശ്വസ്തനായിരിക്കണം എന്ന്. എന്തുകൊണ്ടാണ് വിശ്വസ്തത വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നോ അവനും വിശ്വസ്തനായതുകൊണ്ടാണ്. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ കർത്താവോ വിശ്വസ്തൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ കർത്താവ് ആരാണ്? അവനെ എത്രയോ വിധത്തിൽ എത്രയോ കാര്യങ്ങളിലൂടെ നമുക്ക് ധ്യാനിക്കാൻ കഴിയും. എന്നാൽ ഈ വചനം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവ് വിശ്വസ്തനാണ്. അപ്പോൾ അവന്റെ മക്കളോ എങ്ങനെയായിരിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്? അവനെ പോലെ തന്നെ വിശ്വസ്തതയുള്ളവരായിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒരു വാക്ക് തന്നാൽ ആ വാക്ക് നിറവേറ്റുന്നതിൽ അവൻ നേരുള്ളവനാണ് എന്ന് എബ്രായർ 10-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ
കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വസ്തത, നേര്. ഇന്ന് ആ വിശ്വസ്തതയില്ല, ജനങ്ങളുടെ അടുത്തില്ല, നമ്മുടെ അടുത്തില്ല. അപ്പോൾ കർത്താവിനെ നമുക്ക് സന്തോഷിപ്പിക്കാനാവില്ല, തൃപ്തിപ്പെടുത്താനാവില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ശരി, വിശ്വസ്തമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വേദപുസ്തകം എന്താണ് പറയുന്നത്? അത് നാം നോക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 20-ാമത്തെ വാക്യം നാം വായിച്ചു നോക്കിയാൽ, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ എന്നാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ വിശ്വസ്തയോടെ പെരുമാറിയാൽ പരിപൂർണമായ അനുഗ്രഹം അവന് ലഭിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. പലരും പറയാറുണ്ട്, ബിസിനസ്സിൽ നമ്മൾ നേരും നെറിയും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നാൽ മുന്നേറി പോകാൻ പറ്റില്ല. കാരണം സമ്പാദിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണം, 2 നുണ പറയണം, വില കുറച്ചു കൂടുതൽ പറയണം. അങ്ങനെയൊക്കെ ചെയ്താലേ ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകൂ എന്ന് പറയാറുണ്ട്. അല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? നീ വിശ്വസ്തയോടെ ഇരുന്നാൽ പരിപൂർണമായ അനുഗ്രഹം നിനക്ക് ലഭിക്കും എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അതുപോലെ തന്നെ മത്തായി 25-ാം അധ്യായം 21-ഉം 23-ഉം വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ വിശ്വസ്തതയുള്ളവരോട് പറയുകയാണ്, നിനക്ക് ഞാൻ പരിപൂർണമായ അനുഗ്രഹം നൽകും എന്ന്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും എന്ന്. നമ്മൾ ഒരുപക്ഷെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു സമ്പാദ്യം നമുക്കുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ജോലി നേരോടെ ചെയ്താൽ കർത്താവ് കൂടുതൽ ഉത്തരവാദിത്വം നൽകി നിങ്ങൾക്ക് മുന്നേറ്റം നൽകിക്കൊണ്ടിരിക്കും, പ്രൊമോഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കർത്താവിന്റെ വചനത്തിന് നാം കീഴടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി വിശ്വസ്തയോടെ ജീവിക്കാൻ പഠിച്ചാൽ കർത്താവ് തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. ഒരിക്കൽ ഒരു മദ്യപാനിയായ ഒരു അപ്പന് ഒരു മകൻ ജനിച്ചു. അവർക്ക് 2-3 മക്കൾ ഉണ്ടായിരുന്നു. അയാൾ മദ്യപിച്ചിട്ട് വരുന്നതുകൊണ്ട് എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു. എപ്പോ നോക്കിയാലും ആ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. വരുമാനത്തിന് വഴിയില്ല. അതാണ് പ്രശ്നം. ഭക്ഷണത്തിന് വകയില്ല. മദ്യപിച്ച് പണം മുഴുവൻ ചെലവാക്കുമായിരുന്നു. ആ അമ്മയ്ക്ക് തോന്നി, ഈ മദ്യപാനിയുടെ കൂടെ ജീവിച്ചാൽ മക്കളെ ഒന്നും നോക്കാൻ പറ്റില്ല. അവരുടെ ആ മൂത്ത മകന് ഒരു 10-11 വയസ്സ് കാണും. ആ മകനെ എങ്ങനെയെങ്കിലും ജോലിക്ക് പറഞ്ഞയച്ച് എങ്ങനെയെങ്കിലും കുറച്ചൊരു വരുമാനം കിട്ടിയാൽ മക്കളുടെ ഭക്ഷണത്തിനുള്ളതെങ്കിലും കിട്ടും, വീട്ടുകാര്യങ്ങളും എങ്ങനെയെങ്കിലും നടന്നു പോകും എന്ന് പറഞ്ഞ് ആ മകനെ ജോലിക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ആ മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിത്തം നിർത്താൻ അവർക്ക് ആഗ്രഹമില്ല. വേറെ ഒരു വഴിയും കണ്ടില്ല. അങ്ങനെ ഒരു ദിവസം അവനെ കടയിലേക്ക് ജോലിക്കായി പറഞ്ഞയക്കാം, കടയിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യട്ടെ, എന്നാൽ വലുതും കിട്ടും എന്നും പറഞ്ഞ് ആ മകനെ വിളിച്ചു. മോനെ, പഠിത്തം നിർത്തിയിട്ട് നീ ജോലിക്ക് പോ മോനെ. അപ്പൻ ഇങ്ങനെ കിട്ടുന്നതെല്ലാം മദ്യപിച്ച് കളയുകയാണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും വകയില്ല, എങ്ങനെയെങ്കിലും ജോലിക്ക് പോ എന്ന് ആ അമ്മ മകനെ വിളിച്ചു പറഞ്ഞു. അവനും അതിന് സമ്മതിച്ചു. ശരി, കുടുംബത്തിന്റെ ചുറ്റുപാട് ഇങ്ങനെയായി, ഞാൻ പോകാം എന്ന് പറഞ്ഞ് അവൻ സമ്മതിച്ചു. അപ്പോൾ ആ അമ്മ മകനോടൊരു കാര്യം പറഞ്ഞു, ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് ചില ഉപദേശങ്ങൾ നിനക്ക് തരാനുണ്ട് എന്ന് അവനോട് ആ അമ്മ പറഞ്ഞു. 1, നീ കർത്താവിനെ നന്നായി തേടണം. ദിവസവും എഴുന്നേറ്റ ഉടനെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കണം. 2, നിന്റെ മുതലാളിക്ക് നീ വിശ്വസ്തനായിരിക്കണം. കിട്ടുന്ന ചുമതലയിൽ നേരുണ്ടായിരിക്കണം. അവിടുന്ന് ഒരു വസ്തുവും നീ എടുക്കരുത്. പണത്തിന്റെ കാര്യത്തിൽ വിശ്വസ്തത വേണം. നിനക്ക് എന്ത് ചുമതല തന്നാലും അതിൽ നീ വിശ്വസ്തയോടെ ഇരിക്കണം. അതുപോലെ 3, അപ്പന്റെ ദുശീലം നിനക്കൊരിക്കലും വരാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ് ആ അമ്മ അവന് നല്ല ഉപദേശം നൽകി. അമ്മ, നിനക്കായി പ്രാർത്ഥിക്കാം. നിന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. നീ വലിയ ആളാകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനെന്നെ കൊണ്ട് സാധിക്കാതെ പോയി. എങ്കിലും നിനക്ക് വേണ്ടി ഈ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും. നീ പോ മോനെ. കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. വിശ്വസ്തതയുള്ളവർക്ക് ഉയർച്ച നൽകുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ കർത്താവ് നിന്നെ ഉയർത്തും. അമ്മ പഠിപ്പിച്ചില്ലല്ലോ എന്ന് നീ വിഷമിക്കരുത്. നേരായിരിക്കെ, കർത്താവ് നിനക്ക് ഉയർച്ച നൽകും എന്ന് പറഞ്ഞ് കടയിലേക്ക് പറഞ്ഞയച്ചു. ഇവന് ഓരോ ദിവസവും ആ ഒരു ചിന്ത മനസ്സിൽ ഓടിക്കൊണ്ടേയിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. അമ്മ പറഞ്ഞിട്ടുണ്ട് മുതലാളിയോട് വിശ്വസ്തത വേണമെന്ന്. അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ദുശീലം ഒരിക്കലും നിനക്കുണ്ടാവരുതെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മ പറഞ്ഞതെല്ലാം അവൻ ഓർത്തുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ തയ്യാറായി. ജോലി ചെയ്ത് ഇങ്ങനെ കുറെ വർഷങ്ങൾ കടന്നുപോയി. അവൻ മുതലാളിയോട് വിശ്വസ്തനായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. യാതൊരുവിധ ദുശീലത്തിനും അവന്റെ ജീവിതത്തിൽ ഇടം കൊടുത്തേയില്ല.
അമ്മയുടെ ഉപദേശം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കുറെ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ ആ മുതലാളി ഇവന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇവൻ വന്നതിന് ശേഷമാണ് ഈ ബിസിനസ്സിൽ ഒരു അനുഗ്രഹം ഉണ്ടായത്. എന്റെ കട നല്ല അനുഗ്രഹമാണല്ലോ, അത്രമാത്രം എന്താണ് ഇവന്റെ അടുത്ത് പ്രത്യേകതയുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. പ്രാർത്ഥനാ ജീവിതം, ഇവന്റെ സത്യസന്ധത, ഇവന്റെ അച്ചടക്ക ശീലങ്ങൾ, ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ ഇവന് ധാരാളം ചുമതലകൾ നൽകി ആ മുതലാളി ഇവനെ നല്ല രീതിയിൽ നോക്കിയിരുന്നു. ഒരു ദിവസം ആ കട വലുതാക്കണം, ഹോൾസെയിൽ കടയായിട്ട് തുടങ്ങിയാലോ എന്ന് ആ മുതലാളിക്ക് തോന്നി. ഒരു വലിയ കട അങ്ങനെ അദ്ദേഹം തുടങ്ങി. ആ വലിയ കടയുടെ ഉദ്ഘാടനമായിരുന്നു അന്ന്. ഉദ്ഘാടനത്തിന്റെ അന്ന് ധാരാളം പേരെ അദ്ദേഹം കടയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഉദ്ഘാടനത്തിന്റെ അന്ന് നല്ല ആൾക്കൂട്ടമായിരുന്നു. ആ കടയിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ വരുമാനം വാങ്ങി ക്യാഷ് ബോക്സിൽ ഇട്ടപ്പോൾ പരിശുദ്ധാത്മാവ് മുതലാളിയോട് സംസാരിച്ചെന്ന്, ഞാൻ വിശ്വസ്തതയുള്ളവരെ ഉയർത്തുന്ന ദൈവമാണ്. ഈ മകന്റെ പ്രാർത്ഥന, നേരോടുകൂടി ഈ ജോലിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പ്രാർത്ഥനയും എന്റെ മുൻപാകെ എത്തിയിരിക്കുന്നു. ഞാൻ വിശ്വസ്തതയുള്ളവരെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നിനക്കു വേണ്ടിയും എനിക്ക് വേണ്ടിയും സത്യസന്ധമായി അധ്വാനിച്ചു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ ബിസിനസിന്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ കാരണമാണ് ഞാൻ നിനക്ക് ഇത്രയും വലിയ കട തന്നത്. അപ്പോ നിനക്ക് ആ ചെറിയ കട എന്തുകൊണ്ട് അവന് കൊടുത്തുകൂടാ എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ ഉടനെ ആ മകനെ വിളിച്ച് ആ ചെറിയ കടയുടെ താക്കോൽ ആ മുതലാളി ആ മകന്റെ കയ്യിൽ ഏൽപ്പിച്ച്, ആ കട നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞെന്ന്. അവന് അതിശയം തോന്നിയെന്ന്. ഇത്രയും വലിയ കട എന്തിനാണ് എനിക്ക് തരുന്നത്? ഞാനത് നോക്കിക്കൊള്ളാം, മറ്റുള്ള ചേട്ടന്മാർ ഈ വലിയ കട നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞെന്ന്. എത്രയോ പറഞ്ഞു നോക്കി. അപ്പോൾ ആ മുതലാളി പറഞ്ഞെന്ന്, നീ പറഞ്ഞിട്ടല്ല ഞാൻ തരുന്നത്, കർത്താവ് എന്നോട് സംസാരിച്ചതാണ്. നീ കാരണമാണ് ഈ കടയെ കർത്താവ് അനുഗ്രഹിച്ചത് എന്ന് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നീ യഹോവയോട് വിശ്വസ്തനായിരിക്കുമ്പോൾ ഞാനും അവന്റെ കാഴ്ചപ്പാടിൽ ഒരു വിശ്വസ്തനായിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഈ കട നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞെന്ന്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇന്നെങ്ങനെയുള്ളതാണ്? ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരാണോ? ആലോചിച്ചു നോക്കുവിൻ. നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ വിശ്വസ്തതയുണ്ടോ? ബിസിനസ് സ്ഥാപനത്തിൽ വിശ്വസ്തരാണോ? പഠിത്തത്തിൽ വിശ്വസ്തതയുണ്ടോ? കർത്താവ് ഇന്ന് അതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ വിശ്വസ്തത പാലിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ കർത്താവിന് മുൻപാകെ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇനിയെങ്കിലും ഞാൻ വിശ്വസ്തത പാലിക്കണമെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ? ഇന്ന് നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, അങ്ങനെ വിശ്വസ്തരായിരുന്നാൽ ഈ ലോക അനുഗ്രഹം മാത്രമല്ല, കർത്താവ് നമുക്കായി തന്നെ ഒരു കിരീടം കരുതി വെച്ചിട്ടുണ്ട്. മരണം വരേക്കും നീ വിശ്വസ്തനായിരിക്കണം, അപ്പോൾ ഞാൻ നിനക്ക് ജീവകിരീടം തരുന്നതാണ്. കർത്താവ് നമുക്ക് നൽകും. അവൻ നമുക്കൊരു ജീവകിരീടം കരുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ ഉള്ളത് അവിടെ നേരുണ്ടായിരിക്കണം. അതിൽ നാം വിശ്വസ്തത പാലിച്ചാൽ നമുക്കായിട്ടൊരു ദിവസം വരും. ആ ഒരു ദിവസം വരുമ്പോൾ ആ ദിവസം കർത്താവ് നമുക്കൊരു ജീവകിരീടം നമ്മുടെ തലയിൽ അണിയിക്കുന്നതാണ്. എത്ര വലിയ ഭാഗ്യമാണല്ലേ! ഈ ഭാഗ്യം നൽകുന്നതിനായിട്ടാണ് കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ണുകൾ അടച്ച്, കർത്താവേ, ഇന്നു മുതൽ ഞാൻ വിശ്വസ്തനായിരിക്കും. തെറ്റ് ചെയ്തു പോയി കർത്താവേ, വിശ്വസ്തനായിരുന്നില്ല, പരിശുദ്ധിയിൽ വിശ്വസ്തതയില്ല, സ്നേഹത്തിൽ വിശ്വസ്തതയില്ല. ആമേൻ, ഹല്ലേലൂയ. ജോലിയിൽ വിശ്വസ്തതയില്ല, വിശ്വസ്തതയില്ലാതെ ജീവിച്ചു യേശുവേ. അങ്ങയുടെ മുൻപിൽ ഞാൻ വിശ്വസ്തതയില്ലാത്തവനായി, മനുഷ്യരുടെ മുന്നിൽ ഞാൻ വിശ്വസ്തനല്ലാതായി. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ വിശ്വസ്തത പാലിക്കാതെ പോയി. കർത്താവെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, എത്രയോ കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കാതെ പെരുമാറി ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശ്വസ്തയോടെ പെരുമാറാൻ വിട്ടുപോയി യേശുവേ. ഇന്നുവരെ നടന്നിട്ടുള്ള എത്രയോ കാര്യങ്ങളിൽ വിശ്വസ്തയോടെ പെരുമാറാൻ മറന്നുപോയ എത്രയോ പേരുണ്ട് യേശുവേ. ഇന്ന് അങ്ങയോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി അങ്ങയുടെ പാദങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്ന ശുശ്രൂഷയിൽ പോലും യേശുവേ, ശുശ്രൂഷകർ പോലും യേശുവേ, പ്രാർത്ഥിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസ്തത കാണിക്കാതിരുന്നിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നതിൽ വിശ്വസ്തത പാലിക്കാതിരുന്നിട്ടുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നതിൽ വിശ്വസ്തത പാലിക്കാതിരുന്നിട്ടുണ്ട്. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ. ഞങ്ങൾ പഠിത്തത്തിൽ വിശ്വസ്തത പാലിച്ചില്ല യേശുവേ. കർത്താവെ, ഞങ്ങളുടെ കുറ്റങ്ങളെ എല്ലാം ക്ഷമിക്കണമേ. ഇന്ന് അങ്ങയുടെ മുൻപാകെ ഇന്നു മുതൽ കർത്താവെ, ഞങ്ങൾ വിശ്വസ്തയോടെ പെരുമാറാനുള്ള കൃപ നൽകണേ യേശുവേ. ഈ വാക്കുകൾ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും
കർത്താവെ, വിശ്വസ്തയോടുകൂടി പെരുമാറാനുള്ള കൃപ കർത്താവ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇവരെ സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.